ഹലോ നമസ്കാരം. CB മോളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൃശ്ശൂരെ 3 ദിവസത്തെ എക്സിബിഷനൊക്കെ കഴിഞ്ഞു. വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഒരുപാട് ഡീലേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സിബിഷനും നല്ല കളർഫുൾ ആയിരുന്നു. ഒരുപാട് ആളുകൾ വന്നു, കണ്ടു. ഒരുപാട് സന്തോഷം. ഒരുപാട് ആളുകൾ എനിക്ക് അവിടെ പരിചയപ്പെടാൻ സാധിച്ചു. നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ സ്നേഹിതരെ അവിടെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് കോയിൻസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപോവുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയതായിട്ടൊരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതൊക്കെ തന്നെ അതിശയമായിരിക്കും. നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെ വാങ്ങണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് എന്ത് ചെറിയതായാലും വലിയ സാധനമായാലും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു സ്റ്റഡി നടത്തിയിട്ട് ശേഷം മാത്രമേ വാങ്ങാവൂ. ഞാൻ തൃശ്ശൂർ നടന്ന എക്സിബിഷനെ കുറിച്ചല്ല പറയുന്നത്. പൊതുവേ നമ്മൾ മറ്റ് നോർത്തിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എക്സിബിഷൻ പോകുമ്പോൾ പല ഡീലേഴ്സിന് അടുത്തിരിക്കുന്ന സാധനങ്ങളും ഒരുപക്ഷെ ആ ഡീലറിന് പോലും അറിയില്ല എന്താണെന്നുള്ളത്. ഒരുപക്ഷെ അത് റിപ്ലിക്ക ആയിരിക്കാം, അതായത് ഫേക്ക് ആയിരിക്കാം. ഒരുപക്ഷെ അത് റീപ്രൊഡക്ഷൻ ആയിരിക്കാം. അതല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ഐറ്റം ആയിരിക്കാം. ഫാൻറ്റസി ഐറ്റം എന്ന് പറയുന്നത് റയർ ആയിട്ടുള്ള രാജ്യങ്ങളുടെ നോട്ടുകൾ, ലൈക്ക് കറ്റാങ്ക, പനാമ, പാലസ്തീൻ, പോർട്ടോറിക്കോ, ഗ്രീൻലാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റയർ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ വില വരുന്നതാണ്. അപ്പോൾ അതേ നോട്ടുകളുടെ ഒരു കോപ്പി, ഒരു ഫാൻറ്റസി എന്നാണ് നോർമലി അവർ പറയുന്നത്. പക്ഷേ പുതിയ കളക്ടേഴ്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഈ ഫാൻറ്റസി എന്നൊന്നും പറയില്ല. അങ്ങനെ ഒരു നോട്ട് നമ്മൾ എടുക്കും, അതിന് വളരെ 100-200 രൂപ ഉണ്ടാവുള്ളൂ. നമ്മളത് കൊടുക്കും, പോരും. പക്ഷെ പിന്നീട് കുറേ കാലത്തെ എക്സ്പീരിയൻസ് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എടുത്തത് ഒരു പീസ് ഓഫ് പേപ്പർ ആയിരുന്നു. ഇനി അടുത്തത് 100 ഡിഫറെൻറ്റ് രാജ്യങ്ങളുടെ നാണയങ്ങളാണ് ഈ കാണുന്നത്. സാധാരണ നെറ്റിലൊക്കെ നമുക്കിത് കിട്ടും. 2000 രൂപ ആൽബത്തിലൊക്കെ ആക്കി 2500 രൂപയ്ക്ക് കിട്ടും. അപ്പം നമ്മൾ സാധാരണ 100 ഡിഫറെൻറ്റ് രാജ്യങ്ങളുടെ നാണയങ്ങൾ കൊടുക്കുമ്പോൾ 4000 രൂപ ചാർജ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന നാണയങ്ങൾ ഇത്രയും ചെറിയ നാണയങ്ങളോ, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം 11ഓളം യൂറോ നാണയങ്ങളുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയൻപ്പെട്ട 11ഓളം രാജ്യങ്ങളുടെ ഈ കാണുന്നതൊക്കെ യൂറോ നാണയങ്ങളാണ്. യൂറോ 1 സെൻറ്റ് ആണ്. ഇത് ശരിക്കും റീറ്റെയിൽ മാർക്കറ്റിൽ ഒരു 2 രൂപ, 3 രൂപ, 5 രൂപ വില വരുന്ന നാണയം. അയർലൻഡ്, ലക്സംബർഗ്, ഫിൻലൻഡ്, സ്ലോവാക്യ, സ്പെയിൻ, പോർച്ചുഗൽ, ജർമ്മനി, അതുപോലെ തന്നെ ജർമ്മനിക്ക് ശേഷം ലിച്ചസ്റ്റൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുടെ ടൈറ്റിലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നാണയങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അത് ആ രാജ്യങ്ങളുടെ നാണയങ്ങളായിട്ട് കൺസിഡർ ചെയ്യില്ല. അതൊരു യൂറോ കോയിനായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്ര ചെറിയ സെറ്റുകൾ വാങ്ങിച്ച് നമ്മുടെ പേഴ്സണൽ കളക്ഷൻ വെക്കില്ല. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മുടെ പേഴ്സണൽ കളക്ഷൻ വെക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള കോയിനുകൾ, ചിലപ്പോൾ ചില രാജ്യങ്ങളുടെ വലുപ്പമുള്ള കോയിനുകൾ കിട്ടില്ല. റയർ കോയിനുകൾ, ഇപ്പോൾ ബലാറൂസ് പോലുള്ള രാജ്യങ്ങൾക്ക് ചെറിയ കോയിനുകളെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഓക്കെ. ഒരു 50% കോയിൻസ് വലുതും ഒരു 50% കോയിൻസ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെറ്റുകൾ നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ നമ്മൾ ഒരു പക്ഷേ വാങ്ങിയ ശേഷം പിന്നീട് ഏതെങ്കിലും എക്സിബിഷൻ പോകുമ്പോൾ നല്ല സെറ്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വാങ്ങിയത് വളരെ ചെറുതായി പോയല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ ഒരുപാട് ആലോചിച്ച ശേഷം എന്തെങ്കിലും വാങ്ങുക. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.